നമസ്കാരം. സെൻട്രസ് ഇലക്ട്രിക്കലിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയൊരു വർഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കുന്നത് അല്ലേ. 2024 കേരള PSC നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ടെൻഡേറ്റീവ് എക്സാം കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഒരു ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിൽ ചിട്ടയോടെ പഠിച്ചു തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ നമുക്ക് 4 സ്ലോട്ടുകളിലായിട്ടാണ് എക്സാംസ് നടത്തുന്നത്. 2024 ഇലക്ട്രിക്കൽ ഫീൽഡിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ സ്ലോട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സ്ലോട്ട് ഏപ്രിൽ ജൂൺ സ്ലോട്ടാണ്. രണ്ടാമത്തേത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടാണ്. മൂന്നാമത്തേത് ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടാണ്. അവസാനത്തേത് സെപ്റ്റംബർ നവംബർ സ്ലോട്ടാണ്. ഓരോ സ്ലോട്ടിലും ഏതൊക്കെ എക്സാംസ് ആണുള്ളതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്ലോട്ടായ ഏപ്രിൽ ജൂൺ സ്ലോട്ടിൽ നമുക്ക് 9 എക്സാംസ് ആണുള്ളത്. ഏതൊക്കെ എക്സാംസ് ആണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 58/2023 ഇലക്ട്രീഷ്യൻ ഇൻ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. നിലവിൽ 2 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ട്രേഡുമാണ്. പക്ഷേ ഇക്വലൻസി അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ എക്സാം വരുന്നത് 186/2023 കാറ്റഗറി നമ്പർ വരുന്ന ഓവർസിയർ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ഇലക്ട്രിക്കൽ ഇൻ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നിലവിൽ 2 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റിലേക്കും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അഡ്വൈസസ് പരിശോധിച്ചാൽ അറിയാം 84 അഡ്വൈസസ് ആണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഈ പോസ്റ്റിൽ പോയിട്ടുള്ളത്. ഇതിൻ്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമാണ്. അത് കൂടാതെ ഇക്വലൻസി അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് വരുന്നത് കാറ്റഗറി നമ്പർ 195/2023 എഗെയിൻ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഡിസ്ട്രിക്ട് വൈസ് ആണ് ഈ പോസ്റ്റിൽ വിളിച്ചിട്ടുള്ളത്. ഒരു വേക്കൻസി ആണുള്ളത്. തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി ഉള്ളത്. ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് 7th സ്റ്റാൻഡേർഡ് പാസും അതുപോലെ NTC ഇൻ ഇലക്ട്രിക്കൽ പ്ലസ് നിങ്ങൾക്ക് വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. ITI ക്വാളിഫിക്കേഷൻ കൂടാതെ ഇക്വലൻസി അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഈ പോസ്റ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 247/2023 ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് ആണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നിലവിൽ 28 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എഗെയിൻ SSLCയും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കലും ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നതെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 26 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു പോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നുമില്ല, ഫിസിക്കൽ മെഷർമെൻറ്റ്സ് മാത്രം വേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സെലക്ഷൻ നടത്തുന്ന ഒരു പോസ്റ്റാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 254/2023 ഇലക്ട്രീഷ്യൻ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എഗെയിൻ 2 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റിലുള്ളത്. ഇതിൻ്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ SSLCയും അതുപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 265/2023 സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആണ്. 4 ജില്ലകളിലായിട്ട് 5 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെയും ബേസിക് ക്വാളിഫിക്കേഷൻ SSLCയും ITI സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇക്വലൻസി ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 417/2023 ഇലക്ട്രീഷ്യൻ ഇൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. നിലവിൽ വേക്കൻസീസ് ഒന്നുമില്ല, പ്രതീക്ഷിത ഒഴിവുകളാണ്. അവിടെയും നമുക്ക് SSLCയും NTC സർട്ടിഫിക്കറ്റിനോടൊപ്പം വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ITI ഇലക്ട്രിക്കൽ കൂടാതെ ഇക്വലൻസി ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തത് കാറ്റഗറി നമ്പർ 428/2023 ട്രേഡ്സ്മാൻ ഇൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. 24 വേക്കൻസീസ് ആണ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എഗെയിൻ SSLCയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രിക്കൽ ട്രേഡും ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നതെങ്കിലും ഇക്വലൻസി ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയധികം വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റും കൂടിയാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ. അവസാനം 533/2023 ലൈൻമാൻ ഇൻ PWD ആണ്. നിലവിൽ 1 വേക്കൻസിയാണുള്ളത്. ആലപ്പുഴ ജില്ലയിലേക്കാണ് സെലക്ഷൻ നടത്തുന്നത്. ഇവിടെയും
ഇലക്ട്രിക്കലിൽ ITIയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു SSLC പാസുമാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയി പറയുന്നതെങ്കിലും ഇക്വലൻസി ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും ഈ എക്സാമിനും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മേൽ പറഞ്ഞ 9 എക്സാംസിൻ്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ ITI ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കോമൺ എക്സാം ഇതിന് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഒരൊറ്റ എക്സാം നടത്തി 9 ലിസ്റ്റിലേക്കായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടിയ വീഡിയോ ക്ലാസ്സുകൾ, ടെസ്റ്റ് സീരീസ്, മോക്ക് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന സെൻഡസിയുടെ ഇലക്ട്രീഷ്യൻ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കോഴ്സ് നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടി തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് സ്ലോട്ടായ ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിൽ നമുക്ക് 2 എക്സാംസ് ആണ് ഉള്ളത്. രണ്ടും BTech ലെവൽ എക്സാംസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 123/2023 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നിലവിൽ 2 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 505/2023 ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇതിന്റെയും ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ KSEB AE പോലുള്ള എക്സാംസ് നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ കാണാം, വളരെ ഇൻഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. സബ്ജക്ട് നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഡീറ്റെയിൽഡ് ക്ലാസ്സസ് വിത്ത് ക്വിസ്, മോക്ക് ടെസ്റ്റുകൾ, ബുക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്ന സെൻഡസിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബണ്ടിൽ തീർച്ചയായും ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. തേർഡ് സ്ലോട്ടായ ഓഗസ്റ്റ്-ഒക്ടോബർ സ്ലോട്ടിൽ നമുക്ക് ഒരു എക്സാം ആണുള്ളത്. ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ ആണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഒരു പോസ്റ്റ് ആണ് ഉള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ബണ്ടിൽ തീർച്ചയായും നിങ്ങൾക്ക് വിനിയോഗിക്കാം. ഫൈനൽ സ്ലോട്ടായ സെപ്റ്റംബർ-നവംബർ സ്ലോട്ടിൽ നമുക്ക് 4 എക്സാംസ് ആണുള്ളത്. എല്ലാം ഡിപ്ലോമ ലെവൽ എക്സാംസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 40/2023 ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിലാണ്. നിലവിൽ 1 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ കണ്ട ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലെല്ലാം ITI ആയിരുന്നു ബേസിക് ക്വാളിഫിക്കേഷൻ. പക്ഷേ ഇവിടെ ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. വിത്ത് 3 years എക്സ്പീരിയൻസും വേണം. അടുത്തത് കാറ്റഗറി നമ്പർ 252/2023 ആണ്. ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഇൻ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇവിടെയും 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ തന്നെയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് കാറ്റഗറി നമ്പർ 672/2023 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. നിലവിൽ 5 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് SSLCയും ഡിപ്ലോമയാണ്. നിങ്ങൾക്ക് NTC ആണ് ഉള്ളതെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 673/2023 ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ പോസ്റ്റ് ആണ്. അഗെയിൻ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. 8 വേക്കൻസീസ് ആണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയ BTech MTech പോലുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സാംസ് എല്ലാം ഡിപ്ലോമ ലെവൽ എക്സാംസ് ആയതുകൊണ്ട് തന്നെ എഗെയിൻ ഒരു കോമൺ എക്സാം നമുക്ക് ഇതിലും എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ എക്സാംസ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സെൻട്രസിയുടെ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ കോഴ്സ് യൂസ് ചെയ്യാം. ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. സെൻഡസി കോഴ്സസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സിനോടൊപ്പം അസസ്മെന്റ് ടെസ്റ്റുകൾ, കൂടാതെ ഓരോ സ്റ്റുഡൻറ്റിനും ഡെഡിക്കേറ്റഡ് മെന്റർ സപ്പോർട്ടും ഉണ്ടാവും. കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യൂ 9497418866 എന്ന നമ്പറിലേക്ക്.